ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം. അപ്പം എന്താ പരിപാടി വെച്ചാൽ വൈകുന്നേരം ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ചായക്ക് കടിയൊന്നുമില്ല, പലഹാരമൊന്നുമില്ല കേട്ടോ, ഒരു കടിയുമില്ല. അപ്പം എന്നാൽ പെട്ടെന്നൊരു കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ട് ഞാൻ കടി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം എന്താ കടി എന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കടിയാണ്. റെസിപ്പി പിന്നെ ഞാൻ മുന്നേ ഇട്ടണെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നൊരു വീഡിയോയിൽ ഇട്ടണ്. റെസിപ്പി മുന്നേ ഇട്ടതിനോട് തന്നെ എന്നിപ്പോൾ ആ റെസിപ്പി ഒന്നും കാണിക്കണില്ല കേട്ടോ. അപ്പം ഞാനിനി ഇത് ചുട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് കടിയാണ് ഞാൻ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കടി കേട്ടോ. നമുക്ക് ചായക്ക് വെള്ളം തിളക്കുമ്പോഴത്തേന് നമ്മളെ കടി റെഡിയാവും. അങ്ങനത്തെ ഒരു കടിയാണ്, സ്പെഷ്യലാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മളെ കടി, നെയ്യപ്പം. ഈ നെയ്യപ്പം എങ്ങനെ വെച്ചാൽ നമ്മൾ പൊടികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാട്ടോ. അരിപ്പൊടി, ഗോതമ്പ് പൊടി, മൈദപ്പൊടി, ഈ 3 പൊടിയും കൂട്ടിക്കാണ്ട് ഉണ്ടാക്കിയതാട്ടോ ഈ നെയ്യപ്പം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടണ്, എന്നോ ഒരു ദിവസം ഞാൻ വീഡിയോയിൽ ഇട്ടണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ചായക്കടി ഒന്നുമില്ല, അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. നമുക്ക് വിരുന്നാരുണ്ടല്ലോ, അപ്പോൾ വിരുന്നാർക്ക് ചായക്കടി കൊടുക്കാനൊന്നുമില്ല കേട്ടോ, പലഹാരമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് നമുക്ക് ഒരു നെയ്യപ്പം ഉണ്ടാക്കാം പെട്ടെന്ന്. എന്നാൽ ചായക്ക് ചായ നമുക്ക് വെള്ളം വെച്ച് ആകുമ്പോഴത്തേന് ഇത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പൊടി കൊണ്ടായതുകൊണ്ട്. മറ്റേത് നമ്മളിങ്ങനെ അരി കൊണ്ടാകുമ്പോൾ അരച്ചാണ്ട് പിന്നെ കുറേ നേരം വെക്കണ്ടേ. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് പിന്നെ വേഗം ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. റെഡി ആയിന് കേട്ടോ ഉണ്ടാക്കിയതൊക്കെ. അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ടോ, നല്ല ചൂടാണ്. അടക്കി അപ്പം കണ്ടോ, നല്ല അടിപൊളിയായി വന്നു കേട്ടോ. അപ്പം അപ്പം ചൂടൽ കഴിഞ്ഞ് ചായ കൊടുക്കട്ടെ. അങ്ങനെ ഇതാ ചായക്കടിയൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നല്ല മഴ കേട്ടോ. നല്ല ഇരുട്ട് മൂടിയാണ്ട് മഴ പെയ്യാ. ഞാൻ സിറ്റൗട്ടിക്ക് വന്നതാട്ടോ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല കട്ടൻ ചായ ഉണ്ട്, പിന്നെ ഇതാ നമ്മളെ നെയ്യപ്പം ഉണ്ട്, മഴയും കേട്ടോ. പ്രകൃതിയൊക്കെ ആകെ മാറി ഇരുട്ടായിട്ടോ മഴ വന്നിട്ട്. അങ്ങനെ അതാ നമ്മൾ ചായക്കുടിയും പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ബാങ്ക് കൊടുക്കാനായി. മഴ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ നേരത്തെ ലൈറ്റൊക്കെ ഇട്ടണം, കാരണം ഇരുട്ടായി തുടങ്ങിട്ടോ. ഞങ്ങളിവിടെ ഒരു കുണ്ടിലും കൂടിയാണല്ലോ, ഒരു ഉള്ളിലിങ്ങനെ ആയതുകൊണ്ട് തന്നെ വേഗം ഇങ്ങനെ ഇരുട്ടാവും. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ തന്നെ ഇരുട്ടാവും. പിന്നെ ഇപ്പം ഇങ്ങനെയും കൂടി മഴയും കൂടി ആയപ്പോൾ ഒന്നും കൂടി നേരത്തെ തന്നെ ഇരുട്ടായിട്ടോ. അപ്പോൾ വിരുന്നാർ പോയിട്ടില്ല, ഓല് ഇന്ന് പോകുമെന്ന് പറഞ്ഞിട്ടോ. ഇന്ന് വൈകുന്നേരം ഓല് പോകും എന്നൊക്കെ പറഞ്ഞിനി. അപ്പം ഇനി നാളെ സ്കൂളൊക്കെ മദ്രസ ഇല്ലാറിന്, മുഹറം നോമ്പൊക്കെ ആയതുകൊണ്ട് മദ്രസ ഇല്ല. പക്ഷെ ഓൾക്ക് സ്കൂളുണ്ട് എന്ന് പറഞ്ഞാണ്ട് ഇന്ന് പോകും എന്നൊക്കെ പറഞ്ഞിനി. ഓളെ വലിയോന് +1 ചേർന്നതാണ്. അപ്പോൾ ഒഴിവാക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിനി. പിന്നെ ഏതായാലും ഓല് അമ്മേനെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഇന്നും കൂടി ഇവിടെ നിൽക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓല് പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നും കൂടി ഓല് ഇവിടെ നിൽക്കണം. അപ്പോൾ നാളെ നമുക്ക് ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം സ്പെഷ്യലായിട്ട്. അവർ വന്നിട്ട് നമ്മൾ ഇങ്ങനെ വൈകുന്നേരം ചായക്കടിയൊക്കെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ല, ചോറ് കൂട്ടാനൊക്കെ കൊടുക്കണം കേട്ടോ, അങ്ങനെയല്ല സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ നാളെ ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. പിന്നെ നോമ്പും അല്ലേ, 2 ദിവസമായിട്ട് നോമ്പും ഇതൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമാണ്. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഷെമി നാട്ടിലില്ല, പുറത്താട്ടോ. പുറത്ത് പറഞ്ഞാൽ അഹമ്മദാബാദിലാണ്. പോയിട്ട് ഇപ്പോൾ ഇന്നൊക്കെ 8 ദിവസമായിട്ടോ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നമ്മളത് കേട്ടോ. പിന്നെന്താ, അപ്പോൾ ചെറിയൊരു വീഡിയോ ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങിയത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.